ആഫ്രിക്കൻ മണ്ണിൽ പ്രത്യാശയുടെയും ആത്മീയ നവീകരണത്തിനെയും വെളിച്ചം വളർത്തിയ വിൻസെൻഷൻ സഭയുടെ പ്രമുഖ വൈദികനാണ് ഫാദർ ബിജു വള്ളിപ്പറമ്പിൽ VC. കെനിയയിലെ നെയ്റോബിക്ക് സമീപമുള്ള തിക്ക വിൻസെൻഷൻ ഡിവൈൻ പ്രയർ സെന്റർ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ ശുശ്രൂഷകൾ ആഫ്രിക്കൻ ജനതയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സമ്മാനിച്ചത്. പ്രാദേശിക ഭാഷയായ സ്വാഹിലിയിലും ഇംഗ്ലീഷിലും അദ്ദേഹം നയിച്ച വചന പ്രഘോഷണങ്ങളും രോഗശാന്തി ശുശ്രൂഷകളും ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആശ്വാസമേകിയത്. ആത്മീയതയ്ക്കൊപ്പം ചേരി പ്രദേശങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം എത്തിക്കാനും സമൂഹത്തെ ഒരുമിച്ച് ചേർത്ത് നിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ആഫ്രിക്കൻ മിഷനിൽ സുവിശേഷം പ്രഘോഷിക്കാൻ ഇടയായതും യാദൃശ്ചികം. ആദ്യം 2 സെമിനാരി വിദ്യാർത്ഥികളെയാണ് സഭാധികൃതർ അയക്കാൻ തീരുമാനിച്ചത്. അതിലൊരാൾ മലേറിയ ബാധിച്ച് മരണമടഞ്ഞു. രണ്ടാമനായിട്ടാണ് അന്ന് സെമിനാരി വിദ്യാർത്ഥിയായ ഫാദർ ബിജു വള്ളിപ്പറമ്പിൽ എത്തുന്നത്. വൈദികനായ ശേഷം കഴിഞ്ഞ 26 വർഷമായി ആഫ്രിക്കയിലെ ടാൻസാനിയ, റുവാണ്ട, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹം തന്റെ സുവിശേഷ ദൗത്യം തുടരുന്നു. ആഫ്രിക്കൻ ജനതയുടെ പ്രിയപ്പെട്ട ബിജു അച്ഛൻ ആ അനുഭവങ്ങൾ പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ബിജു വള്ളിപ്പറമ്പിൽ. ഞാൻ താമരശ്ശേരി രൂപതയിലെ ചിക്കട്ടപാറ ഇടവാംഗമാണ്. വിൻസെൻഷൻ സഭാംഗമാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണുള്ളത്. അപ്പച്ചൻ 2020 മരിച്ചുപോയി. പിന്നെ ഇപ്പോൾ വീട്ടിലുള്ളത് അമ്മ, അതുപോലെ തന്നെ മൂത്ത സഹോദരൻ, അവരുടെ കുടുംബം. മൂത്ത ആൾ സിസ്റ്ററാണ്, SH കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. ഏറ്റവും ഇളയ പെങ്ങൾ ബോംബെയിലാണ് വർക്ക് ചെയ്യുന്നത്. അവൾ ഫാമിലിയായിട്ട് അവിടെ സെറ്റിലാണ്. ഇപ്പോൾ ആഫ്രിക്കയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 28 വർഷമായി. ഒരു ആഫ്രിക്കൻ മിഷണറി ആയിട്ട് തന്നെ തുടരുന്നു. ഞാൻ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഫഷണൽ ഞങ്ങൾ ഫിലോസഫി ആയിട്ട് സന്ദർശിക്കാനായിട്ട് വന്നു. ഈ പ്രൊഫഷണൽ ആഫ്രിക്കയിൽ ഒരു സന്ദർശനം കഴിഞ്ഞ ഉടനെയാണ് അങ്ങോട്ട് വരിക. അപ്പോൾ ആ ഒരു വർഷം 2 സെമിനാരിക്കാരെ ആഫ്രിക്കയിലേക്ക് വിടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അച്ഛൻ വരുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ പേരാണ് സജസ്റ്റ് ചെയ്തത്. അത് സജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മറ്റുള്ള സെമിനാരിക്കാരിങ്ങനെ പറയുമായിരുന്നു, ബ്രദർ ബിജുവിനെ ഒരു വിളി കിട്ടാൻ സാധ്യതയുണ്ട് ആഫ്രിക്കയിലേക്ക്. അപ്പോൾ അന്നേരം തന്നെ എൻ്റെ ഉള്ളുകടന്നിങ്ങനെ പിടയ്ക്കുകയാണ്. കാരണം എനിക്ക് ഒരിക്കലും ആഫ്രിക്കയിൽ പോകാനോ ഒരു മിഷണറി ആകുവാനോ ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ വിളി വന്നപ്പോൾ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ വിളിച്ചു. അപ്പം പ്രൊഫഷണൽ എന്നെ ഗ്രീറ്റ് ചെയ്തു. അതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, 2 പേരെ ആഫ്രിക്കയിലേക്ക് വിടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം. പ്രൊഫഷണൽ അച്ഛൻ ഓൾറെഡി ആഫ്രിക്കൻ മിഷൻ സന്ദർശിച്ച് അദ്ദേഹം ഭയങ്കര ഒരു ഇമ്പ്രഷനായിരുന്നു ആഫ്രിക്കൻ. ആ മിഷൻ അനുഭവം അദ്ദേഹത്തെ വളരെയധികം അതിനെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പുതിയൊരു സ്റ്റെപ്പ് എടുക്കാനായിട്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ച പാടെ ഞാൻ പറഞ്ഞു, ഞാൻ പോകാൻ റെഡിയല്ല. കാരണം എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ വൈദ്യനായതിനു ശേഷം ഇവിടെ തന്നെ വർക്ക് ചെയ്യാനാണ് ഇഷ്ടമെന്ന് ഞാൻ പ്രൊഫഷണൽ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ ഉള്ള മറ്റൊരു ബ്രദറിനെ വിളിച്ചു. അപ്പം ബ്രദർ വേഗം തന്നെ മറുപടി പറഞ്ഞു, ഞാൻ പോകാൻ റെഡിയാന്ന് പറഞ്ഞു ആഫ്രിക്കയ്ക്ക്. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം എൻ്റെ മുറിയിൽ വന്ന് പറഞ്ഞു, ബ്രദർ നമുക്ക് പോവല്ലേ, ആഫ്രിക്കയ്ക്ക് പോവല്ലേ? ഞാൻ പ്രൊഫഷണൽ അച്ഛനോട് ഏസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏസല്ല പറഞ്ഞ്, ഞാൻ നോയാണ് പറഞ്ഞത്. ബ്രദറിന് പോകാൻ ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ബ്രദർ പൊക്കോ. ഞാനൊരിക്കലും ആഫ്രിക്കയിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. ഞാൻ ഒരു മിഷണറി ആകാൻ എനിക്ക് ഇവിടെ തന്നെ നമ്മുടെ തന്നെ നാട്ടിൽ ജോലി ചെയ്യാനാണ് താല്പര്യം. പക്ഷേ ഇദ്ദേഹം എല്ലാ തവണ ഇങ്ങനെ വന്ന് ഓരോ ആഴ്ചയിൽ എന്നെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഫാമിലിയോട് ഒത്തിരി അറ്റാച്ച്ഡാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ വിളി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആഫ്രിക്കയിൽ പോകാൻ സമ്മതിച്ചത്. അപ്പോൾ എൻ്റെ ദൈവവിളി ഓർത്തെങ്കിലും ഒന്ന് സമ്മതിക്കണം. അപ്പോൾ ഞാനങ്ങനെ ചിന്തിച്ചപ്പം അത് ശരിയാണല്ലോ. ഇദ്ദേഹത്തിന് ഇപ്പം ഞാൻ ഏസ് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു വൈദികനാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാത്തലിക് സഭയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ആഫ്രിക്കയിൽ പോകാൻ സമ്മതിച്ചത്. അതാണ് ശരിക്കും ഒരു കാരണം. പക്ഷേ ആഫ്രിക്കയിൽ എത്തിക്കഴിഞ്ഞ ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം ഈ സഹോദരൻ തിരിച്ചു പോരേണ്ടി വന്നു. ഞാനവിടെ ആഫ്രിക്കൻ മണ്ണിൽ എനിക്ക് വേരായി ആ ഒരു സമയം കൊണ്ട്.
ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. കാരണം അവിടുത്തെ ഭാഷ സ്വഹീലി എന്നുള്ളൊരു ഭാഷയാണ്. ഞാൻ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ ടാൻസാനിയയിലാണ് ആദ്യമായിട്ട് എത്തിച്ചേർന്നത്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മലേറിയ, മലമ്പനി. ഒരു 3 മാസത്തിനുള്ളിൽ എനിക്ക് ഒരു 4 തവണയെങ്കിലും മലേറിയ കിട്ടി. ആ ഒരു 4ാമത്തെ തവണ കിട്ടിയ മലേറിയ വളരെ സീരിയസ് ആയിരുന്നു. ഒരു 3 ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലിൽ മറ്റാരും ഇല്ലായിരുന്നു. കാരണം എൻ്റെ കൂടെയുള്ള ബ്രദർ അവിടെയുള്ള അച്ഛൻ്റെ കൂടെ, കാരണം അച്ഛന് പ്രായമായിട്ടുള്ള അച്ഛനാണ്, അച്ഛൻ്റെ കൂടെയായിരുന്നു. ഒരു 3 ആഴ്ച ശരിക്കും സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ മലേറിയയ്ക്ക് നൽകുന്ന ഒരു മെഡിസിനാണ് ക്വിനീൻ. ആ ഒരു മെഡിസിൻ ഒരളവ് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ പിന്നെ നമുക്ക് കണ്ണിന് ബുദ്ധിമുട്ടുണ്ടാകും, എന്ന് വെച്ചാൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കേൾവിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അതുപോലെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. കാരണം ആ സമയത്ത് ഫോണില്ല വിളിക്കാൻ. ആ ഒരു വർഷത്തിൽ എനിക്ക് ആകപ്പാടെ 2 കത്തുകൾ മാത്രം എഴുതി, അത് 2 കത്തുകളാണ് വീട്ടിലെത്തിയത്. 2 കത്തുകൾ വീട്ടിൽ നിന്നും ഞാൻ സ്വീകരിച്ചു. അപ്പോൾ ഭാഷ, അതുപോലെ തന്നെ ഈ രോഗം, അതുപോലെ തന്നെ എന്താണ് പറയുക, ഫുഡ് എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ കാലത്ത് ശരിക്കും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ധ്യാന സെൻ്ററിലാണുള്ളത്. കെനിയയിൽ നെയ്റോബി ആണ് കെനിയയുടെ തലസ്ഥാനം. തീക്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മുടെ ധ്യാന സെൻറ്റർ. ഈ ഒരു സ്ഥലം നമുക്ക് ഡൊണേഷനായിട്ട് വിൻസെൻഷൻ സഭയ്ക്ക് നൽകിയതാണ്. മരിച്ചുപോയ ഫാദർ ബിൽ, അദ്ദേഹം അവിടെ വളരെ ഫേമസ് ആണ് ആഫ്രിക്കയിൽ. അദ്ദേഹത്തിനാണ് ഈ ഒരു 10 ഏക്കർ സ്ഥലം നൽകുന്നത്. ഈ ഒരു സ്ഥലത്താണ് നമ്മളിപ്പം ധ്യാന സെൻറ്റർ പണിതിരിക്കുന്നത്. 2014 ഇതിൻ്റെ ഉദ്ഘാടനം. നിർവഹിച്ചത് ആ രാജ്യത്തെ പ്രസിഡൻ്റാണ്. അങ്ങനെ തുടക്കത്തിൽ ഒത്തിരി ആളുകളൊന്നുമില്ലായിരുന്നു. ഇപ്പം ഈ ഒരു ധ്യാന സെൻറ്റർ ഇപ്പോൾ പിന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും 2 ധ്യാനങ്ങളുണ്ട്, ഫസ്റ്റ് വീക്കും 3rd വീക്കും. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് വെള്ളിയാഴ്ച പ്രോഗ്രാം 8:30 തൊട്ട് വൈകുന്നേരം 4:30 വരെ. പിന്നെ എല്ലാ ലാസ്റ്റ് ഫ്രൈഡേയും നമുക്ക് നൈറ്റ് വിജിൽ. അങ്ങനെയാണിപ്പം നമ്മുടെ പ്രോഗ്രാം. പിന്നെ ഇട ദിവസങ്ങളൊക്കെ ധ്യാനമില്ലാത്ത സമയത്ത് 200 തൊട്ട് 300 വരെ ആളുകൾ കൗൺസിലിങ്ങിനായിട്ട് വരും. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് നമ്മുടെ നൈറ്റ് വിജിലിനാണ്. അതിന് ഏകദേശം ഇപ്പോഴത്തെ ഈ ഒരു സമയങ്ങളിലൊക്കെ 30,000 പേരോളം നൈറ്റ് വിജിലിന് വരും. നമ്മുടെ ഈ ഇയർ എൻഡിങ് അതിനൊരു 52,000 പേരോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകളിങ്ങനെ ദൈവവചനം കേൾക്കാനായിട്ട് ദാഹിക്കുന്ന ഒരു വലിയ ഒരു ജനക്കൂട്ടത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും, വചനത്തിനായിട്ട് ദാഹിക്കുന്നത്. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏകദേശം 85% ക്രിസ്ത്യൻസാണ് കെനിയയിലുള്ളത്. അതിൽ 26% കാത്തലിക്സാണ്, 33% പ്രൊട്ടസ്റ്റൻ്റ്. പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ ചർച്ചസ് ഉണ്ട്, അവരും ഒരു 25%-ഓളമുണ്ട്. അങ്ങനെ ഒരു 85%-ഓളം ക്രിസ്ത്യൻസ് ഉള്ള ഈ രാജ്യത്ത് നമ്മൾ കാത്തലിക്സിന് നല്ലൊരു റോളുണ്ട്. നമുക്ക് ശരിക്കും നല്ലൊരു റോള് തന്നെയുണ്ട് നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യുവാനായിട്ട്. നമുക്കുള്ളൊരു വലിയ ചലഞ്ച്, കാത്തലിക്സ് കമ്മ്യൂണിറ്റിക്കുള്ളൊരു ചലഞ്ച് വൈദികരുടെ അഭാവമുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും ഞങ്ങളുടെ ധ്യാന സെൻറ്ററിൽ 3 പേര് മാത്രമേ ഉള്ളൂ. ഈ ഒരു ധ്യാന സെൻറ്ററിൽ 10 അച്ഛന്മാർക്ക് ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 3 പേരാണ് ഈ ഇത്രയും വലിയൊരു ജനസമൂഹത്തെ നയിക്കേണ്ടത്. അതുപോലെ തന്നെ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴേക്കും നമുക്കവിടെ ഔട്ട് സ്റ്റേഷൻ ചർച്ചസ് ഉണ്ട്. ഒരു മെയിൻ ചർച്ചിൻ്റെ അണ്ടറിൽ വേറെ ഔട്ട് സ്റ്റേഷൻ ചർച്ചസ് ഉണ്ട്. അവിടെയൊക്കെ ചിലപ്പോൾ ഒരു ഔട്ട് സ്റ്റേഷൻ ചർച്ച് ഒരു 50 കിലോമീറ്റർ അകലെ അല്ലെങ്കിൽ 30 കിലോമീറ്റർ അകലെയൊക്കെയാണ്. അവിടെ എല്ലാ ആഴ്ചയിലൊന്നും ചിലപ്പോൾ മാസം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല.
മാസത്തിൽ 1 അല്ലെങ്കിൽ 2 മാസം കൂടുമ്പം, കാരണം ഒരു പാരീഷ് ചർച്ചിൻ്റെ അണ്ടറിൽ തന്നെ 20, 30 ഒക്കെ ഔട്ട് സ്റ്റേഷൻ ചർച്ചസ് ഉണ്ടാവും. അപ്പോൾ വൈദികരുടെ ഒരു അഭാവം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ. വൈദികരെന്തുമാത്രം നമുക്ക് കൂടുതൽ വൈദികരെ അവിടെ കിട്ടുന്നോ അതനുസരിച്ച് കാത്തലിക് ചർച്ചിന് അവിടെ വളർച്ചയുണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് സാക്രമെൻറ്റ്സ്, പ്രത്യേകിച്ച് ഒത്തിരി ബ്രോക്കൺ ഫാമിലീസാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നു, അവർക്ക് മക്കളുണ്ടാകുന്നു. അല്ലാതെ ഈ പള്ളിയിൽ കല്യാണം കഴിക്കുന്നവരൊക്കെ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെയാണ് ശരിക്കും നമുക്കൊരു ചലഞ്ചസ് ആയിട്ടുള്ളത് നമ്മുടെ വളർച്ചയ്ക്ക്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടത്ര ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള നമുക്ക് അതിനുള്ള അച്ഛന്മാരില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു രീതിയിൽ നമുക്ക് വൈദികരെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയൊരു വളർച്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാൻസാനിയയിലായിരുന്നപ്പോൾ നമ്മൾ വീട് സന്ദർശനത്തിനൊക്കെ ആയിട്ട് പോകാറുണ്ടായിരുന്നു. മനുഷ്യരുടെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ആളുകൾ ഒത്തിരി സാമ്പത്തികമായിട്ട് ഒത്തിരി പിന്നിലാണ് ആളുകൾ. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്, ഒരു നേരം ഭക്ഷണം ഇല്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ പാർപ്പിടമില്ലാത്തവരുണ്ട്, വസ്ത്രമില്ലാത്തവരുണ്ട്. ഇങ്ങനെ വെള്ളം ഇല്ലാത്തവർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനായിട്ട് മണിക്കൂറുകളോളം നടന്ന് വെള്ളം കൊണ്ടുവരുന്ന സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് ഇവർ ജീവിക്കുക. ഒത്തിരി അനുഭവങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ ഈ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ആൻസറില്ല. ഇവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊന്നും നമുക്ക് ആൻസറില്ല ചിലപ്പം. കാരണം അത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ മനസ്സിലയിക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മുടെ ഈ മുസാമ്പി എന്ന് പറയുന്ന ആ ഒരു നാരങ്ങ മാത്രം കഴിച്ച് ഒരു ദിവസം പുലർത്തുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ശരിക്ക് ഇവർ നമ്മളോട് ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും കരളിലിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്കത് അനുഭവിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ സാധിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്നത് യൂത്തിനായിട്ട് നമ്മൾ പ്രത്യേക ധ്യാനങ്ങൾ സംഘടിപ്പിക്കും. പല ഏജിലുള്ളവർ 13 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ളവർക്കായിട്ട് നമ്മൾ ധ്യാനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ബോയ്സിനും അതുപോലെ ഗേൾസിനും, അതുപോലെ സീനിയർ യൂത്ത് ഒരു 18 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയും അവർക്കായിട്ട് തന്നെ നമ്മൾ ധ്യാനങ്ങൾ സംഘടിപ്പിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ബ്ലഡിലുള്ളൊരു സംഗതിയാണ് പാട്ടും ഡാൻസും. അപ്പോൾ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നല്ല കൊയറുണ്ട്. ഈ ഒരു കൊയർ നമ്മളെ ഒത്തിരി അധികം സഹായിക്കാറുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെയാണ് വചനം പങ്കുവയ്ക്കുന്നത്. വചനം നമ്മൾ നന്നായിട്ട് വചനം തന്നെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പറയുമല്ലോ. അപ്പോൾ സത്യം പറയുക സത്യം എന്ന് പറയുമ്പോൾ എന്താണെന്നും പറയുന്നുണ്ട്. സത്യം വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും തുടക്കത്തിലൊക്കെ അവർക്ക് ഈ യൂത്തിൻ്റെ ഒരു പ്രശ്നം, ഒരു ധ്യാനം തുടങ്ങുമ്പോൾ ഒരു യൂത്ത് റിട്രീറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ധ്യാനമാണ്. പക്ഷേ ആ ധ്യാനം കഴിയുമ്പോഴേക്കും നമുക്കറിയാം ഇവർ നമ്മുടെ അടുത്തേക്ക് വരും. തുടക്കത്തിൽ ഇവർ വേറെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ ജോലിക്ക് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പ്രാർത്ഥന വേണമെന്ന് പറയുന്ന ഇതേ യൂത്ത് തന്നെ ധ്യാനം കഴിയുമ്പോഴേക്കും വിശുദ്ധരായിട്ട് ജീവിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. ഒത്തിരി യൂത്ത് ചോദിക്കാറുണ്ട്.